ഓം അമൃതേശ്വരിയെ നമഃ. ഭഗവത്ഗീതയുടെ ധർമാധർമ്മ വീക്ഷണം. ധർമ്മവും അധർമ്മവും നമ്മൾ നിത്യേന എന്നോണം ഒരുപാട് കേൾക്കുന്ന വാക്കുകളാണ്. ഭഗവത്ഗീത മോക്ഷത്തിലേക്കുള്ള 18 പടികളാണെന്ന് പറയും. അതുകൊണ്ടാണ് ഓരോ അധ്യായത്തെയും യോഗം എന്ന് വിളിക്കുന്നത്. ധർമ്മോ ധാരയതീതിവ, എല്ലാത്തിനെയും ധാരണം ചെയ്യുന്നത് എന്താണോ അത് ധർമ്മം. പ്രപഞ്ചത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും, വിശ്വസൃഷ്ടിയെ നിലനിർത്തുന്ന എല്ലാ കർമ്മങ്ങളെയും പോഷിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ധർമ്മം. പ്രാപഞ്ചിക നിയമങ്ങളെ വേദഭാഷയിൽ ഋതം എന്നാണ് പറയുന്നത്. പ്രകൃതിയിൽ നാം മനസ്സിലാക്കുന്നതെന്തും, അതായത് ഗ്രഹങ്ങളുടെ ചലനം, സസ്യങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും നിലനിൽപ്പ്, ഇതൊക്കെ പ്രകൃതി നിയമങ്ങളെ ആധാരമാക്കിയാണ് നീങ്ങുന്നത്. ഓരോ രാജ്യത്തിന് നിയമങ്ങളുള്ളതുപോലെ, ഓരോ സ്ഥാപനങ്ങൾക്കും നിയമങ്ങളുള്ളതുപോലെ, ഓരോ സംഘടനയ്ക്കും നിയമങ്ങളുള്ളതുപോലെ ഈ പ്രപഞ്ചത്തിനും ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഗ്രഹങ്ങൾ കൃത്യസമയം കൊണ്ട് സൂര്യനെ വലം വയ്ക്കുന്നു. ജലമൊഴിച്ചു കൊടുക്കുമ്പോൾ സസ്യം അത് വലിച്ചെടുത്ത് വളരുന്നു. ധർമ്മം നിലനിർത്തണമെങ്കിൽ സമൂഹത്തിലെ ഓരോ വ്യക്തിയും നിയമമനുസരിച്ച് പോകണം. ആത്മാർത്ഥമായി ജനങ്ങളെ സഹായിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സമൂഹത്തിൻ്റെ താളലയത്തിന് തൻ്റേതായ സംഭാവന നൽകുന്നു. അതുപോലെ ബിസിനസ് നടത്തുന്ന ഒരാൾ മറ്റുള്ളവരെ വഞ്ചിക്കാതെ ന്യായമായ ലാഭം മാത്രമെടുത്ത് ജീവിക്കുമ്പോഴും, ഒരു ഡോക്ടർ തൻ്റെ രോഗികളെ സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും ചികിത്സിക്കുമ്പോഴും പ്രത്യക്ഷത്തിൽ ആധ്യാത്മികമെന്നോ മതപരമെന്നോ വിളിക്കാവുന്നതായി ഒന്നും ചെയ്യുന്നില്ലെങ്കിലും അവർ വാസ്തവത്തിൽ ഈശ്വരാരാധന നടത്തുകയാണ്. നമ്മുടെ കർത്തവ്യത്തിനും ധർമ്മത്തിനും അനുസരിച്ച് സമൂഹത്തിൽ നാം നമ്മുടെ പങ്ക് നിർവഹിക്കുമ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ ആകെയുള്ള താളലയം നിലനിർത്തുന്നതിലേക്ക് ഒരു സംഭാവനയാണ് ചെയ്യുന്നതെന്ന് അമ്മ ഓർമ്മിപ്പിക്കുന്നു. സൃഷ്ടിയെന്ന വലിയ ചക്രത്തിലെ കമ്പിയാണ് ഓരോ വ്യക്തിയും. ഈ ചക്രത്തിലെ ഒരു കമ്പി ഒടിഞ്ഞാൽ പോലും ചക്രത്തിൻ്റെ ചലനത്തെ അത് സാരമായി ബാധിക്കും. പ്രപഞ്ചം ഇത്ര ബൃഹത്തായതുകൊണ്ട് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും പങ്കിനെപ്പറ്റി അറിവോ ബോധവോ ഇല്ല എന്ന് മാത്രം. ഉദാഹരണത്തിന്, ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടാൽ അത് നമുക്ക് രുചിച്ചറിയാൻ സാധിക്കും. എന്നാൽ അത്രയും ഉപ്പ് വലിയൊരു പാത്രത്തിലെ വെള്ളത്തിലിട്ടാൽ ഉപ്പ് രസം നാം അറിയുന്നില്ല. എന്ന് വെച്ച് ആ വെള്ളത്തിൽ ഉപ്പില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കടമ നിർവഹിക്കുന്ന വഴി ഞാൻ ലോകത്തിൻ്റെ മുഴുവൻ സന്തുലനത്തിനും ക്ഷേമത്തിനും കാരണമായിത്തീരുന്നു. എന്നാൽ എൻ്റെ കടമ നിറവേറ്റാതിരുന്നാലോ ആ സമനിലയ്ക്ക് വിഘ്നം വരുന്നു. മറിച്ച് ആ താളലയെ സംരക്ഷിക്കാൻ സഹായിക്കുന്നത് ഈശ്വരനെ ആരാധിക്കലാണ്. ഇതിന് വിപരീതമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ധർമ്മത്തിന് എതിരാണ്. നമുക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും നാം മമതയോ വിമുഖതയോ കൂടാതെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിറവേറ്റണം. ധർമ്മം തന്നെ പല വിധത്തിലുണ്ട്. അതിൽ സ്വധർമ്മവും പരധർമ്മവും എന്താണെന്ന് നാം തിരിച്ചറിയണം. ശരീരം ആത്മാവിൽ നിന്ന് ഭിന്നമായതുകൊണ്ട് ശരീരത്തെ സംബന്ധിക്കുന്നതെല്ലാം പരധർമ്മമാണ്. പേര്, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ, ഇതുമായി ബന്ധമുള്ളതെല്ലാം പരധർമ്മത്തിൽ പെടുന്നതാണ്. പരധർമ്മത്തേക്കാൾ സ്വധർമ്മമാണ് ശ്രേഷ്ഠമെന്ന് ഗീതയിൽ പറയുന്നുണ്ട്. പ്രകൃതിയുടെ നിയമത്തെ പോഷിപ്പിക്കുന്നതാണ് ധർമ്മം. അപ്പോൾ അധർമ്മം എന്താണെന്ന് ചോദ്യം വരാം. പ്രകൃതി നിയമത്തെ തടസ്സപ്പെടുത്തുന്നതാണ് അധർമ്മം. ഉദാഹരണമായി, ചെടിക്ക് വെള്ളമൊഴിച്ച് വളരാൻ സഹായിക്കുന്നത് ധർമ്മം. അതിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നത് അധർമ്മം. അമ്മയെപ്പോലുള്ളൊരു സദ്ഗുരു ലോകത്തിലെ നഷ്ടപ്പെട്ട ധർമ്മവും സമനിലയും തിരികെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. സമൂഹത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കടമയുണ്ട്. ഒരു ഡോക്ടർ സ്വധർമ്മം നിർവഹിച്ചില്ല എങ്കിൽ രോഗികൾ കഷ്ടത്തിലാവും. ഒരു പോലീസ് അധികാരി തൻ്റെ കടമ വേണ്ട വിധം നിറവേറ്റിയില്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കും. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ അവരുടെ കർത്തവ്യങ്ങൾ വേണ്ട വിധം അനുഷ്ഠിച്ചില്ല എങ്കിൽ കുടുംബത്തിൽ സ്വരച്ചേർച്ച ഇല്ലാതാകും. കുടുംബാംഗങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും അന്യോന്യം ഓരോരുത്തർക്കുമുള്ള കടമകൾ നിറവേറ്റുകയും ചെയ്യുമ്പോൾ പ്രകൃതിയുടെ താളലയത്തോട് ചേർച്ചയുണ്ടാകുന്നു.
എല്ലാ കുടുംബങ്ങളും തങ്ങളുടെ ധർമ്മം നിർവഹിക്കുമ്പോൾ പ്രകൃതിയും സന്തുലിതമാകുന്നു. ധർമ്മത്തെയും അധർമ്മത്തെയും വേർതിരിച്ചറിയുന്നത് വിവേകം കൊണ്ടാണ്. അമ്മ പറയുന്നു, ഒരു വ്യക്തിയിൽ തന്നെ പല ധർമ്മങ്ങളുണ്ട്. അതിലെവിടെ ഏതാണ് മുഖ്യധർമ്മമെന്നും ഏതാണ് ഗൗണധർമ്മമെന്നും തിരിച്ചറിയാൻ സാധിക്കണം. ഒരു ഡോക്ടർ രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യധർമ്മം ഡോക്ടറിൻ്റേതാണ്. എന്നാൽ അതേ ഡോക്ടർ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യധർമ്മം ഗൃഹനാഥൻ്റേതാണ്. ഇത് തമ്മിൽ തിരിച്ചറിയുന്നില്ല എങ്കിൽ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റിപ്പോകും. ഇനി വേറൊരു സാഹചര്യവും ഉണ്ടാകാം. ഉദാഹരണമായി, ഒരു കൊലക്കുറ്റത്തിന് വിധി പറയാൻ ജഡ്ജി വന്നിരിക്കുന്നു. എന്നാൽ പ്രതിക്കൂട്ടിൽ കുറ്റവാളിയായി നിൽക്കുന്നത് തൻ്റെ ഒരേ ഒരു മകനാണ്. അവിടെ ജഡ്ജിയുടെ മുഖ്യധർമ്മം സത്യസന്ധമായി വിധി പറയുക, ശിക്ഷ വിധിക്കുക എന്നതാണ്. ആ സമയം അദ്ദേഹം ഇത് തൻ്റെ സ്വന്തം പുത്രനാണല്ലോ, ഇവനെ വെറുതെ വിട്ടേക്കാം എന്ന് വിചാരിച്ചാൽ മുഖ്യധർമ്മം അവിടെ നടപ്പാക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ അത് ധർമ്മനിഷേധമാകും. ഇത്തരം ധർമ്മ വൈഷമ്യത്തിനാണ് ധർമ്മസങ്കടം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മളെ രക്ഷിക്കുന്നത് വിവേകവും ഈശ്വരനോടുള്ള ശരണാഗതിയുമാണ്.